വാ. നമസ്കാരം, മറ്റൊരു ഫുൾ ഓർഡർ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇവിടെ വരേണ്ട ഒരു ആവശ്യമുണ്ട്. അവൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് വന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇവിടുത്തെ നമ്മുടെ യൂസ്ഡ് സൂപ്പർ ബൈക്കുകളുടെയും യൂസ്ഡ് പ്രീമിയം കാറുകളുടെയും മാർക്കറ്റ് എങ്ങനെയാണെന്ന് അറിയാനൊരു ശ്രമം നടത്തിയാണ്. ശരിക്കും നമ്മൾ പറയാറുണ്ട് കേരളത്തിലേക്കാളും ഒരുപാട് വില കുറച്ചൊക്കെ നമുക്കിവിടെ വണ്ടികൾ കിട്ടുമെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വില നിലവാരങ്ങളും കാര്യങ്ങളും എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് യൂസ്ഡ് സൂപ്പർ ബൈക്സ് മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പുറകിൽ കാണാൻ പറ്റുന്ന പോലെ ഇഷ്ടംപോലെ വണ്ടികൾ ഇരിക്കുന്നത്, എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ബാംഗ്ലൂരിൽ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള യൂസ്ഡ് സൂപ്പർ ബൈക്ക് ഡീലേഴ്സ് ആയിട്ടുള്ള ദ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഷോപ്പിലാണ് ഉള്ളത്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ദ വർക്ക്ഷോപ്പ് IND എങ്ങാണ്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെയുള്ള വണ്ടികൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതിപ്പോൾ ഇവിടെ ഒരു S1000 RR ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇത് ആക്ച്വലി സെയിലിന് വേണ്ടിയല്ല, ഇവരുടെ ഒരു എന്താ പറയുക ഇവിടുത്തെ വണ്ടി തന്നെയാണ് സംഭവം. ഇത് നോക്കി, ഇത് ഫുള്ള് കാർബൺ ഫൈബർ അഡീഷൻസ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. മഡ്ഗാർഡായാലും ഇവിടെ മേളിലായാലും ഇവിടെ സൈഡിലേക്ക് ഫയറിങ്സിലേക്കൊക്കെ വന്നാലും കംപ്ലീറ്റ് കാർബൺ ഫൈബർ അപ്ഗ്രേഡ്സ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇഷ്ടം പോലെ ആഡോൺസ് ഇത് നോക്കി കംപ്ലീറ്റ് കാർബൺ ഫൈബറിൽ മുക്കിയെടുത്തേക്കാണ് വണ്ടി. ആ രീതിയിൽ പണിഞ്ഞേക്കുന്ന വണ്ടിയാണ് ഈ കാണുന്നത്. പക്ഷേ ഇതെന്തായാലും സെയിലിനുള്ളതല്ല. നമുക്ക് ബാക്കിയുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് കാണാം. ബൈക്കുകളുള്ള വീട്ടിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു സാധനമാണ് WD-40 എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്. നമ്മുടെ ചാനൽ മുഴുവൻ വണ്ടി ഭ്രാന്തന്മാരായാലും നിങ്ങൾ എന്തായാലും ഈ ഒരു പേര് മുന്നേ കേട്ടിട്ടുണ്ടാവും. ഇതും കൂടി നമ്മുടെ ബൈക്കുകളിനകത്ത് 100,000 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ചെറിയൊരു സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങളുടെ 2 വീലറുകളിൽ എവിടെയെങ്കിലും തുരുമ്പ് ലൈറ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അവിടെ ആദ്യം ഈ WD-40 നൈസായിട്ടൊന്ന് അടിച്ചു വിടുക. 5 മിനിറ്റ് കഴിഞ്ഞ് വെറും തുണി കൊണ്ട് തന്നെ തുടച്ചാൽ തന്നെ കംപ്ലീറ്റ് തുരുമ്പും അവിടെ നിന്ന് പോയി കിട്ടും. ഇത് നോക്കിയാൽ നല്ല ക്ലീനായി. അത് മാത്രമല്ല, ഇനി ഇത് തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടെ WD-40 അടിച്ചങ്ങ് വിടുക. പിന്നെ അത് അടുത്ത കാലത്ത് എങ്ങും തുരുമ്പ് പിടിക്കത്തേ ഇല്ല. WD-40യുടെ ഈ ഒരു ക്യാൻ വാങ്ങാനുള്ള ആമസോൺ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ മാതിരി വണ്ടികളുള്ള വീട്ടിൽ മസ്റ്റായിട്ട് ഉണ്ടാവേണ്ട സാധനം തന്നെയാണ്. ഇവിടെ തുടങ്ങണം. നമുക്ക് ആദ്യം ഇവിടെ തുടങ്ങാം. ഈ കാണുന്ന വണ്ടി നമ്മുടെ GSX 1000 R ആണ് ഈ കാണുന്നത്, സുസുക്കി. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ ഒരു മാനേജിംഗ് പാർട്ണർ ആയിട്ടുള്ള നമ്മുടെ വിനയ് ബ്രദറിനോട് ചോദിക്കാം. Hi. Hi guys. GSX 1000 R. That's a 2012 second owner, done 30,000 kilometers. Okay. It got an acropovic exhaust. Okay. Brand new tires, recently serviced. So there is no work needed on the bike. और ये graphics भी किया हुआ है. Yeah, it got a Moto FX graphics on the bike. Okay. The original color is also white and blue, and the graphics is also white and blue. Also white and blue. Okay, nice. उसका pricing कैसा है? Asking price? Expected price is about 9 lakh rupees, negotiable. So anyone across the table can come down, have a test drive. Can finalize and I can give it. Okay. നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇതൊരു ആസ്കിംഗ് പ്രൈസ് ആണ്. ശരിക്കുള്ള പ്രൈസ് നിങ്ങൾ ഇവിടെ വന്ന് നേരിട്ട് ഡിസ്കസ് ചെയ്യലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലേ? ഓക്കെ. സോ അപ്പോൾ അടുത്ത് നമ്മളിവിടെ കാണാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഇതേ ഇരിക്കുന്ന ഒരു Z900 ആണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉണ്ടോ, നല്ല എന്താ പറയുക ഡീറ്റെയിലൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. അത്ര നല്ല അടിപൊളിയായിട്ടാണ് വെച്ചിട്ടുള്ള വണ്ടി. സൂപ്പർ, ഒന്നും പറയാനില്ല. ये स्टॉक गाड़ी है ना? completely stock गाड़ी है. Completely stock. It's a 2018, done 4,000 kilometers. Okay. Just like brand new. Yeah, only 4,000. Yeah, only 4,000 kilometers. वही वो दिख रहा है, अच्छा दिख रहा है. 4,000. Okay. This is priced at 8 lakh rupees. 8 lakh again rupees. Negotiable. Okay. Got a 5 years of warranty. Okay. Bike is still under warranty. Oh, nice. വണ്ടി പൊളിയാണ്. എനിക്ക് ശരിക്കും നല്ല ഇഷ്ടപ്പെട്ടു. അതെനിക്ക് ഈ സീരീസിലെ എല്ലാ കളറുകളും ഇഷ്ടമാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ അപ്പുറത്ത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിപ്പിച്ച ഒരു വണ്ടിയാണ് ഇപ്പുറത്ത് കാണുന്നത്. നമ്മുടെ ഡ്യുക്കാറ്റി മോൺസ്റ്റർ ആണ് ഈ കാണുന്നത്, പഴയ മോഡലിൽ. ഈ സംഭവത്തിൻ്റെ പ്രൈസും കൂടെ എങ്ങനെയാണെന്ന് നമുക്ക് നൈസായിട്ടൊന്ന് ചോദിച്ചു നോക്കാം. ഇത് ബൈ എ ഡ്യുക്കാറ്റി മോൺസ്റ്റർ കാ കേസാ? This is 2016 single owner. Okay. Done about 10,000 kilometers. Its price is 7.5 lakhs. 7.5 lakhs. Okay, so 2016 and only 7,000 kilometers. Yes. Okay, nice. It's a very low run bike. Low run bike. Yeah. Nice. അപ്പോൾ ഇതാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ഫാൻസി നമ്പറുള്ള വണ്ടിയൊക്കെ തന്നെയാട്ടോ. ഇത് ആക്ച്വലി ഇപ്പോൾ ഇതിൽ കുറേ വണ്ടികളൊക്കെ കർണാടക രജിസ്ട്രേഷൻ ആണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്താ പറയുക ഇവിടെ വർക്ക് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ ആയിട്ട് ബാംഗ്ലൂർ കാണാം. അപ്പോൾ ബാംഗ്ലൂർ രജിസ്ട്രേഷൻ തന്നെ എടുത്തിട്ട് വേണമെങ്കിൽ കേരളത്തിൽ ഉപയോഗിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു വണ്ടിയുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. അങ്ങനെ അപ്പോൾ നമുക്കിനി ഇപ്പുറത്തെ സൈഡിലുള്ള വണ്ടികളിലേക്ക് കൊണ്ടൊന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ ആക്ച്വലി നിൽക്കുന്നത് റോഡിൻ്റെ തൊട്ട് സൈഡിലാണ്. അതായത് വണ്ടികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നില്ല. അപ്പോൾ മാക്സിമം നമ്മൾ സൗണ്ട് വരാത്ത രീതിയിൽ നോക്കുന്നുണ്ട്. പക്ഷേ ഇത്തിരി വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കുക കേട്ടോ. അങ്ങനെ അപ്പോൾ അടുത്ത് നമ്മളിവിടെ കാണുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രയംഫിൻ്റെ സ്ട്രീറ്റ് ട്വിന്നാണ് ഈ ഇരിക്കുന്നത്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് തീരെ ഓടിയിട്ടില്ലാത്തൊരു വണ്ടിയാണ്. ബൈ ഇസ്ക കിലോമീറ്റർ കിതന പത്താറിന് 500 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് ഈ കാണുന്നത്. और इसका प्राइस कैसा है? 8 lakh rupees negotiable. 8 lakh rupees. Bike is still under warranty. Okay. कौन सा ईयर है? 2020? 2019. 2019.
ഓക്കെ 2 വർഷമായിട്ട് 3 വർഷമായിട്ട് ആ പുള്ളിക്കാരനാകെ 500 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. പിന്നെ എന്തിനാണ് ഇത് വാങ്ങിയെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ അപ്പോൾ ഈ കാണുന്ന വണ്ടി ശരിക്കും വാങ്ങുന്നവർ ശരിക്കും ഒരു ലോട്ടറി ആണെന്ന് തന്നെ പറയാം കേട്ടോ, അത്യാവശ്യം നല്ല പ്രൈസിന് കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ ഏറ്റവും ഫേവററ്റ് സെഗ്മെൻറ്റുകളിലൊന്നായിട്ടുള്ള സ്ക്രാംബ്ലറിൽ പെടുന്ന ഒരു ഡ്യുക്കാറ്റി സ്ക്രാംബ്ലറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇത് ഡെസേർട്ട് സ്ലെഡ് അല്ല, നോർമൽ സ്ക്രാംബ്ലറാണ്. ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്ന് നോക്കാം. ബ്രോ, ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്? This is a very special bike. Okay. This is called 1100 Scrambler. Okay. This is on and off. You can use both. You can do touring. You can use it every day. Yeah, you can do off-road every day. I am a very big Scrambler fan. Okay. So this will be a very special bike. Okay. This is a 2019 model, done 10,000 kilometers. Okay. It is priced at 10 lakh rupees. ഓക്കെ 2019 10,000 കിലോമീറ്റർ ഓടിയതിന് 10 ലക്ഷം രൂപയാണ് വണ്ടിയുടെ വില പറഞ്ഞിരിക്കുന്നത്. ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല, പൊളി. പിന്നെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഹാർലി ഡേവിഡ്സൺ കൂടി ഇരിക്കുന്നത്. ഇത് നമ്മുടെ അയൺ 883 ആണ് ഈ ഇരിക്കുന്നത്. ഫുൾ അതിൻ്റെ നോർമലായിട്ടുള്ള ഫുൾ ബ്ലാക്ക് കളറിലുള്ള വണ്ടിയാണ് ഈ കാണുന്നത്. ഹാർലി ഡേവിഡ്സൺ का प्राइस कैसा है? This is a 2012 owner. It was a company to individual, so basically it is used by a single owner, done 12,000 kilometers. Okay. It's priced at 4 lakh rupees. 4 lakhs. Okay. Brand new tires, fully serviced. Okay. And whatever bike you buy from us, it will be warranted for 6 months. Oh, for 6 months. അതായത് ഇവിടുന്ന് വണ്ടി വാങ്ങണമെങ്കിൽ 6 മാസത്തേക്ക് ഇവരുടെ വാറണ്ടി. Any day you want to sell your bike, we are ready to buy. Or an exchange. Exchange. The bikes which are bought from us, any day it is buyback. We have a buyback policy. Okay. One more doubt. If I have a Himalayan and I want to exchange it for a super bike, I can do that. Is it possible? But we have another team who handles all the low segment bikes and Indian segment bikes. Okay. So we can do it. We can. We can. നമ്മുടെ കയ്യിൽ ചെറിയ വണ്ടിയാണെന്നുണ്ടെങ്കിലും അത് ഇവർ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള സപ്പോർട്ടുകളൊക്കെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് ഇനി അപ്പുറത്തേക്ക് കുറച്ച് വലിയ വെഹിക്കിളാണ് ഇനി വരാൻ പോകുന്നത്. നമുക്കിനി അതിൻ്റെ അടുത്തേക്കൊന്ന് പോകാം. പിന്നെ നമുക്ക് ഈ എക്സോസ്റ്റ് ചെയ്തിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ട് കുറച്ചെണ്ണം. അതിൻ്റെ സൗണ്ടും കൂടെ ഏറ്റവും അവസാനം കേട്ട് നോക്കാം. ഈ വണ്ടി നമ്മുടെ വീഡിയോയിൽ മുന്നും ഒരുപാട് വന്നിട്ടുള്ള വണ്ടിയാണ്. ഈ വണ്ടിക്ക് പറയാൻ ഒരൊറ്റ അഡ്രസ്സേ ഉള്ളൂ. ജോമോൻ്റെ വിശേഷങ്ങളിലെ 18 ലക്ഷം രൂപയ്ക്ക് ദുൽഖർ വാങ്ങിക്കൊണ്ട് വരുന്ന വണ്ടിയാണ് ഈ കാണുന്നത്. അതായത് ട്രയംഫിൻ്റെ തണ്ടർബേർഡ് 1800 cc പവർ ക്രൂസർ. ഇത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ പലയിടത്തുനിന്ന് നമ്മൾ ഈ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ബ്രോ, ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്? This is a 2014 model, second owner, done 11,000 kilometers. It is priced at 9.5 lakh rupees. 9.5 lakh rupees. എനിക്ക് തോന്നുന്നു നമ്മൾ മുന്നേ കണ്ടതൊക്കെ ഇതിനേക്കാളും കുറച്ചുകൂടെ പ്രൈസ് കൂടുതലായിരുന്നു തോന്നുന്നു. ഇത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം 9 ലക്ഷമാണ് ഇതിൻ്റെ പ്രൈസ് പറയുന്നത്. ഈ വണ്ടിയെ പറ്റി ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം ഞാനിത് പറഞ്ഞ് വെളുപ്പിച്ചേക്കുന്ന ഒരു വണ്ടിയാണിത്. പിന്നെ ഇതിനപ്പുറത്ത് വേറൊരു സാധനം, കിടിലൻ സാധനം ഇരിപ്പുണ്ട്. ഇത് എന്താണെന്ന് നോക്കി. ഇത് നമ്മുടെ ഒരു ഹാർലി ഡേവിഡ്സൺ ഫാറ്റ് ബോയ് ആണ്. പക്ഷേ ഇതിനകത്ത് ഹാർലി ഡേവിഡ്സൺ ഏതൊക്കെ ആക്സറീസ് ഇറക്കുന്നുണ്ടോ അതെല്ലാം ഇതിനകത്തുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് നോക്കി, ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണുകയാണെങ്കിൽ എന്തോ ഒരു ആക്സറീസ് അടിച്ച് ഇതിനകത്ത് കയറ്റിയേക്കണം നോക്കി. ഇഷ്ടം പോലെ സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട്. ഫുള്ളി ലോഡഡ്, നമ്മുടെ വ്ലോഗുകൾ പോലെ ഫുള്ളി ലോഡഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. भाई इसमें ऐसे कोई एक्सेसरी है जो हार्ली डेविडसन नहीं सब कुछ इधर there is nothing left out. हिंदी में name the accessories everything it has got everything is on this bike. Okay, तो इसका प्राइस कैसे है? फर्स्ट ऑफ ऑल एक्सेसरीज कितना वैल्यू का होगा? See, this total bike is about 22 lakhs when it came. About in 2014. Okay, this bike is loaded with accessories approximately around 11 lakh rupees. 22 ലക്ഷം രൂപയുടെ ബൈക്ക്, 11 ലക്ഷം രൂപയുടെ ആക്സസറീസ്. അപ്പോൾ ഇപ്പോൾ അബി कैसा है इसका रेट? This is 2014, done 9,000 kilometers, second owner. Okay. We are priced at 11 lakh rupees. 11 lakh rupees. അപ്പോൾ അതായത് മൊത്തം 33 ലക്ഷം രൂപയുടെ പാക്കേജ് നിങ്ങൾക്ക് 11 ലക്ഷം രൂപയ്ക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. ഇത് വണ്ടി നോക്കി വെട്ടിത്തിളങ്ങാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഈ ഇത്രയും ഇയർ ആയതാണെന്നും പറയത്തില്ല, ആ രീതിയിലാണ് വണ്ടി വെട്ടിത്തിളങ്ങുന്നത്. കുറേ എക്സ്ട്രാ സാധനങ്ങളൊക്കെ കയറ്റിക്കുന്നുണ്ടോ, അങ്ങനെ ഒന്നും പറയാനില്ല. നല്ല അടിപൊളി സാധനം, നല്ല ആറ്റ സാധനം. ഇനി നമ്മുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റിലേക്ക് നമുക്ക് കിടക്കാം. ADV സെഗ്മെൻറ്റിലേക്ക് കിടക്കുന്നത് ആ കാണുന്ന അപ്രീലിയൊക്കെയാണ്. ഞാനിതുവരെ കണ്ടിട്ട് പോലുമില്ല ഈ വണ്ടിയൊന്നും. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് മാറ്റിയിട്ട് അങ്ങോട്ട് പോയിട്ട് ആ വണ്ടിയൊക്കെ ഒന്ന് കണ്ടുപോകാം. അപ്പോൾ ഇനി നമ്മുടെ ADV വിഭാഗത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം ഇവിടെ കാണുന്നത് പറഞ്ഞാൽ നമ്മുടെ BMW GS 1200 ആണ് ഇവിടെ കാണുന്നത്, സ്റ്റാൻഡേർഡ്. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെയൊക്കെ ഒരു ഡ്രീം ബൈക്കാണ്. ബൈ ദ ബൈ, ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റൈഡ് റിവ്യൂ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റൈഡ് റിവ്യൂ ചെയ്യുമെന്ന്. ഞാൻ ആക്ച്വലി അത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഹെവിലി എഡിറ്റിംഗ് ഒക്കെ ഉള്ള വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് സമയം എടുക്കും വരാൻ. ഞാൻ പറഞ്ഞില്ല, ചാനൽ കുറച്ചധികം മാറ്റങ്ങളും കൂടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ സാധനം കൂടെ വരുന്നതായിരിക്കും. നമുക്ക് ഈ വണ്ടിയുടെ പ്രൈസ് ഇപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാം. ബൈ കേസാ ഹെ പ്രൈസ്? This is 2015 1200 standard. 1200. Okay. Very less driven. It's done only 5,000 kilometers. Only 5,000 kilometers. Only 5,000 kilometers. It is priced at 17 lakh rupees. 17 lakh rupees. Okay, nice. പൊളി. അതുപോലെ നമ്പറൊക്കെ നല്ല അടിപൊളി നമ്പറൊക്കെയാണ് തോന്നുന്നത്. 2001 നമ്പർ വന്നേക്കുന്നത്. കൊള്ളാം, പൊളി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ട്രയംഫിലേക്ക് വരുമ്പോൾ ഇത് നമ്മൾ അധികം കാണാത്തൊരു ട്രയംഫാണ്. ഇത് ട്രയംഫ് 1200 ആണ്. ഏ കോൺസ ഇയർ?
2018. 2018. Okay. അത് പിന്നീട് അബി റുകയാണ് 12,000. अभी 1200 रुक गया. अभी नया वाला आया. Means this coming is going to come. Okay, it is going to come. And this is a present shape. Yeah. This is 1200 Explorer. Okay. TFT display है. TFT display वाला. Fully electronic suspensions. So electronic adjustable. Okay. ഞാൻ ഈ വൈസറുകളിൽ ഇങ്ങനെ സ്റ്റിക്കർ അടിച്ച് കണ്ടപ്പോൾ ഞാനിങ്ങനെ പുള്ളിയോട് ചോദിക്കുകയായിരുന്നു, ഇങ്ങനെ സ്റ്റിക്കർ അടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ബാക്കിയുള്ള കാണുന്നത്? അപ്പോഴാണ് പുള്ളി പറഞ്ഞത് എൻ്റെ ഓണറിന് 6 അടി 2 ഇഞ്ച് പൊക്കം ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഇങ്ങനെ മേളിൽ കൂടെ കാണായിരുന്നു അങ്ങനെ. അപ്പോൾ അതാണ് നമ്മുടെ ടൈഗറിൻ്റെ കാര്യങ്ങൾ. ഇതേ ഫുള്ള് ആക്സറീസ് ഒക്കെ ചെയ്തിട്ട് സാഡിൽ സ്റ്റേ ബാക്കിൽ കാണാം, ഇവിടെ ഫ്രണ്ടിൽ ക്രാഷ് ഗാർഡ്, പിന്നെ അതേപോലെ തന്നെ എക്സ്ട്രാ ഫോഗ് ലാംപ്സ്, അങ്ങനെ കുറച്ചധികം ലോഡഡും കൂടെ ആയിട്ടുള്ള വണ്ടിയാണ് ഇത്. കിത്ര കിലോമീറ്റർ ചലാവുക? This is run about 16,000. 16,000. Okay. It's priced at 17 lakhs. 17 lakhs. Okay. ഇന്ത്യയൊക്കെ അങ്ങോട്ട് ഒപ്പിക്കാൻ ഭയങ്കര ഒരു രക്ഷയില്ല അങ്ങനെ. അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ അപ്രീലിയയുടെ ADV ആണ്. ആക്ച്വലി ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെപ്പറ്റി എനിക്ക് അറിയാനും പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ഇസ്ക മോഡൽ का नाम Capnord. Okay. Capnord 1200. Okay. It's a ADDV adaptive suspension आएगा इसमें. Okay. अप्रिलिया है तो इलेक्ट्रॉनिक्स का कोई कमी तो नहीं रहेगा. बजट में ADV bike if you're looking, and if you want to start an adventure biking, then I would suggest this will be a great bike. It will come in a very good price, easy to maintain, no lot of expenses on this bike. For any beginners, it's a good start. Okay, so this is a 2013 Capnord 1200. Okay. It has been wrapped into matte grey. Okay. It got side panniers, top box. Full accessories ഉണ്ട്. നമുക്ക് ഇവിടെ കാണുന്ന പോലെ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ സൈഡ് പാനിയർ ബോക്സ് കാണാം, മുകളിൽ ടോപ്പ് ബോക്സ് ഉണ്ട്, അങ്ങനെ കുറച്ചധികം ഇവിടെ എക്സ്ട്രാ ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ലോഡഡ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. और इसका किलोमीटर कैसा था? 18,000. अभी प्राइस कैसा बोल रहे हो इसका? 9 lakh rupees. 9 lakh rupees. और ये रैपिंग है ना, ये जो मैट किया है. ओके. एक्चुअल कलर कौन सा था? White color. ഓക്കെ. അതായത് ഈ കാണുന്ന കളർ എന്ന് പറഞ്ഞാൽ ശരിക്കും റാപ്പ് ചെയ്തേക്കാണ്. വൈറ്റ് കളറായിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യം ദൂരെ നിന്നപ്പോൾ കാർബൺ ഫൈബറാണെന്ന് വിചാരിച്ചു, പക്ഷേ ഇത് ആക്ച്വലി റാപ്പാണ് ഇതൊക്കെ അങ്ങനെ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ള എന്താണെന്ന് വെച്ചാൽ കുറച്ച് വണ്ടികളുണ്ട്, അതിൻ്റെയും കൂടെ ഞാൻ എക്സോസിനോട്ടും കൂടെ ഒന്ന് കാണിച്ചു തന്നതിന് ശേഷം ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് എക്സോ സൗണ്ടുകളുടെ വരവാണ്. അതിനകത്ത് ആദ്യം തന്നെ എനിക്ക് S1000RRൻ്റെ സൗണ്ട് എന്തായാലും കേൾക്കണം. ഇതിനകത്ത് AC പ്രൊജക്റ്റിൻ്റെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ സൗണ്ട് കേൾക്കാതെ നമുക്ക് ഇവിടെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് സൗണ്ട് ബൈ പോട്ടെ. ഓക്കെ. ഒരു രക്ഷയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇവിടെ നിന്നവന്മാരൊക്കെ കിളി പോയി. അത്ര സൗണ്ടായിരുന്നു, ഒരു രക്ഷയില്ല. പൊളി എന്ന് പറഞ്ഞാൽ ഒരേ പൊളി. ഓഫ് തരോ ഒരു രക്ഷയില്ലാത്ത സൗണ്ടായിരുന്നു. ഞാനിവിടെ തൊട്ടടുത്തേക്ക് പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി അതിൻ്റെ സൗണ്ട് കേട്ട്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നെ അടിപൊളിയായിട്ട് തന്നെ പണിഞ്ഞ് വെച്ചേക്കുന്ന വണ്ടി. ഇത് നോക്കിയാൽ വിംഗ്ലെറ്റൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ട് അങ്ങനെ പൊളിച്ചടുക്കി പണിഞ്ഞേക്കുന്ന വണ്ടി. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ആക്രയുടെ സ്ലിപ്പ് ഓൺ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ സൗണ്ടും കൂടെ ഒന്ന് കേട്ട് നോക്കാം. നമ്മുടെ വിനയ് ഭായ് ഇപ്പം നമുക്ക് വേണ്ടി ആ സാധനം ഓണാക്കി തരുന്നതാണ്. ഞാനൊന്ന് മാറി നിൽക്കണം. ഓ അടിപൊളി എൻ്റെ മോനെ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. അതാണ് പുള്ളി നേരത്തെ പറഞ്ഞത്, ഫുൾ സിസ്റ്റത്തിന് ആവശ്യമില്ല, സ്ലിപ്പോണിൽ തന്നെ നല്ല സൗണ്ട് വരും. പൊളി ഒന്നും പറയാനില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല. ഈ വണ്ടി കയറ്റിയിരിക്കുന്ന എക്സോസ്റ്റ് ആക്ച്വലി കസ്റ്റം മെയ്ഡായിട്ട് UK നിന്ന് വരുത്തിയേക്കുന്ന എക്സ്ട്രാ കമ്പനി വഴി തന്നെ വരുത്തിയേക്കുന്ന എക്സോസ്റ്റ് ആണ്. ആ ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സംഭവത്തിൻ്റെ സൗണ്ട് കേട്ടുപോകാം. ഇത് കുറച്ച് സബ്റ്റിലാണ് കേട്ടോ, കൊള്ളാം, നല്ല സൗണ്ട്, നൈസ്. ഒരു അതായത് ഐഡിയൽ സൗണ്ട് നല്ല രസമുണ്ട്, സിമ്പിളാണ്. ഇനി ബൈ തോട ഹാത്ത് ചെയ്തു. ഓ അളിയ അമ്മേ, പൊളി. ഏക്കോർ പറ ചെതറി, ഒന്നും പറയാനില്ല. സംഭവം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല സബ്റ്റിൽ സൗണ്ട്. അപ്പോൾ ഞാനത് ഓക്കെ, സൗണ്ട് നൈസായിട്ടുള്ള സൗണ്ടാണ് വന്നേക്കുന്നത്. കൈ കൊടുക്കുമ്പോഴാണ് സാധനത്തിൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറുന്നത്. ഒരു രക്ഷയില്ല, പൊളി. ഇനി നമുക്ക് ഏതാണ് കാണുന്നത്? ഹാർലി ഡേവിഡ്സൺ. അഭി കോൺസാ ദേഖ്നെ വാല? ഹാർലി ഡേവിഡ്സൺ. ഓക്കെ. അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്ന സൗണ്ട് നമ്മുടെ ഹാർലി ഡേവിഡ്സൺ അയൺ 83 ആണ്. ഇതിനകത്തും ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഭയങ്കര ലൗഡാണെന്ന് പറഞ്ഞത്. ഓക്കെ. അയ്യോ കൊള്ളാമല്ലോ, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ടാണല്ലോ ഇത്. അയ്യോ ഒന്ന് കുറച്ച് കൈ കൊടുത്തു. ഓ അടിപൊളി.
പൊളി. നൈസ്. നമ്മുടെ വീഡിയോസ് ഓക്കെ കട്ട് ചെയ്തു. നമ്മുടെ വീഡിയോസിൽ തന്നെ നിങ്ങൾ സ്ട്രീറ്റ് 983 സൗണ്ട് നിങ്ങൾ പണ്ടേ കേട്ടിട്ടുണ്ടാകും. അത് നല്ല രസമുള്ള സൗണ്ടാണ്, എൻ്റെ സ്റ്റോക്കിൽ സൗണ്ട് തന്നെ. പക്ഷേ ഇതിനകത്ത് കുറച്ച് ഒന്ന് ട്രബിളൊക്കെ കൂടി വരുന്ന രീതിയിൽ കുറച്ചുകൂടി നല്ല അഗ്രസീവ് ആയിട്ടുള്ള സൗണ്ട്. ഇപ്പോൾ ഈ വണ്ടിക്കകത്ത് ഞാൻ സ്റ്റോക്ക് സെയിൽസിൽ നിന്ന് വലിയ വ്യത്യാസം ഉണ്ടാകുന്ന പ്രതീക്ഷയില്ല, പക്ഷേ എന്നാലും ഒരു രക്ഷയില്ല, പൊളിയാണ് സാധനം. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷമൊക്കെ. ഇവിടെയുള്ള ഒരുവിധം എല്ലാ വണ്ടികളും നമ്മൾ ഓടിച്ചൊന്ന് കവർ ചെയ്തു. ഒരുപാട് ഡീറ്റെയിൽസിലേക്കൊന്നും പോകാൻ പാടില്ല, എന്നാലും നിങ്ങൾക്ക് ഇവിടുത്തെ പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവരുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസൊക്കെ പിന്നെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇവരുടെ വണ്ടികളുടെ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് പിന്നെ ഇവരെ വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ കേരളത്തിലെ വിലയായിട്ട് ഇത് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴത്ത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു ഫുൾ ബ്ലോഗുമായിട്ട് ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.